പലരും ചിലപ്പോൾ ചിന്തിച്ചിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ ബഹിരംഗം. അത് പൂർണ്ണമായിട്ടൊന്നും പറയത്തില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ പ്രവൃത്തിയെടുത്ത് കോർത്തിണക്കി ചായം പുരട്ടി മനോഹരമായി നിർമ്മിച്ച ഒരു ക്രിയേഷനാണ് ഒരു സ്മാർട്ട് ഫോൺ. സ്മാർട്ട് ഫോണാണ്. രണ്ടുപേർ സ്മാർട്ട് ഫോൺ ചാറ്റ് ചെയ്ത് പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം അവർ മീറ്റ് ചെയ്യുന്നു. ഇതിന് ശേഷം നടക്കുന്ന ചില സംഭവങ്ങളാണ് ഇതിൻ്റെ ഇതിവൃത്തം. ഇതൊരു സസ്പെൻസ് ത്രില്ലർ പിക്ചറാണ്. ലാസ്റ്റ് മിനിറ്റ് വരെ സസ്പെൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സിനിമ കുടുംബസമേതം പോയി കാണാവുന്നതാണ്. പ്രത്യേകിച്ച് നല്ല സിനിമ, നല്ല ഒഴുക്കുള്ള ഒരു സിനിമയായിരിക്കും എല്ലാവരും. ഇതിൽ 4 പാട്ടുകളുണ്ട്. 2 മലയാളം പാട്ടുകളും, ഒരു പാട്ട് ഇംഗ്ലീഷ് ഫുൾ, മറ്റേത് ഇംഗ്ലീഷ് മലയാളം മിക്സ്. ചില വരികളിവിടെ പ്ലേ ചെയ്യുന്ന അതിൽ പാടിയിട്ടുള്ളത് വിനീത് ശ്രീനിവാസൻ, ശ്രീകാന്ത് ഹരിഹരൻ, ആരതിപ്പൊടി, മൃദുല വാര്യർ, പിന്നെ അമേരിക്കയിൽ നിന്നുള്ള നീന മാർട്ടിനസ്, അസിൻ ഫരീദ്. അവരൊന്ന് വളരെ എക്സൈറ്റഡ് ആണ് ഇവിടെ വരാൻ. അവർക്ക് വിസ കിട്ടിയില്ല, അതുകൊണ്ട് അവരെത്തിയില്ല. സോ ഞാൻ ഈ വീഡിയോ അവർ കാണിച്ചു കൊടുക്കാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മൂവിയിൽ ഒരു സോങ് പാടുന്നത്. ആദ്യം തന്നെ എന്നെ ട്രസ്റ്റ് ചെയ്ത് അത്രയും വലിയൊരു റെസ്പോൺസിബിലിറ്റി തന്ന പ്രശാന്തിന് ഒത്തിരി താങ്ക്സ്. പിന്നെ ചാൾസ് സാറാണ് ഇതിൻ്റെ മൂവിയുടെ ഡയറക്ഷൻ. സാറും എന്നെ ഒത്തിരി ട്രസ്റ്റ് ചെയ്തിരുന്നു. ഞാൻ സോഷ്യൽ മീഡിയയിൽ പാടിയൊരു പാട്ട് കണ്ടിട്ടാണ് ഇവരെന്നെ ഈ മൂവിയിലോട്ട് പാടാൻ വേണ്ടി വിളിച്ചത്. പിന്നെ അതുപോലെ തന്നെ ഹേമന്ത് സാറാണ് ഇതിലെ ഹീറോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് മൂവിയിൽ തന്നെ എനിക്ക് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. ഇതിനേക്കാളൊക്കെ കുറച്ചും കൂടി എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയത്, ഞാനൊരു പ്ലേബാക്ക് സിംഗർ അല്ല. പാടാൻ ഇഷ്ടമാണ്, പക്ഷെ പാടാനുള്ള സ്റ്റേജ് എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ അപ്പോൾ ഫസ്റ്റ് പാട്ടിൽ തന്നെ വിനീത് ശ്രീനിവാസൻ്റെ സാറിൻ്റെ കൂടെയാണ് ഞാൻ പാടുന്നത്. അത് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ വിനീത് ശ്രീനിവാസൻ സാറിൻ്റെ ഭയങ്കര ഫാനാണ്. അപ്പോൾ മൊത്തത്തിലെല്ലാം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവർ നമുക്കൊരു ഭയങ്കര കംഫർട്ട് സോൺ തന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിരുന്നു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഫിലിം ഇറങ്ങുമ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയാം. താങ്ക് യു സോ മച്ച്. ഞാൻ ആക്ച്വലി അതിനൊരു ഹീറോ ഇല്ല. ഞാനൊരു എക്സ്റ്റൻഡ് ക്യാമിയോ എന്ന് പറഞ്ഞൊരു അപ്പിയറൻസ് ചെയ്തിട്ടുള്ളത്. കാരണം മൂവി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. സ്റ്റാർ സാർ കഥ പറഞ്ഞപ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറി എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഒരു എക്സ്റ്റൻഡ് ക്യാമിയോ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഒരു അവസാനം വന്ന് എൻ്റെ ക്യാരക്ടറിൽ പറഞ്ഞ ത്രൂ ഔട്ട് ഉണ്ട്, പക്ഷേ എൻ്റെ പ്രസൻസ് വളരെ കുറവാണ്. അവസാനം വന്ന് കൈയടി വാങ്ങി പോകുന്നൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഒരു പാട്ടുണ്ട്, ഇപ്പോൾ ആരതിയും വിനീത് ശ്രീനിവാസന് പാടുന്ന പാട്ട് ഞാൻ അഭിനയിക്കുന്നത്. കൂടെ നയന പ്രസാദാണ് എത്തിയിട്ടുള്ള പേര്. അപ്പോൾ ചാൾ സാർ പറഞ്ഞതുപോലെ ഒരു ഭയങ്കര വെറൈറ്റി അങ്ങനെ ഒരു അവകാശപ്പെടുന്ന സിനിമയല്ല, പക്ഷെ നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ കണ്ടുവരുന്ന ഒരുപാട് ഇൻസിഡൻസും ഒരുപാട് കോമൺ സീക്വൻസും ഒത്തിരിക്കൊണ്ടൊരു ഇൻട്രസ്റ്റിംഗ് വാച്ച് ആയിരിക്കും സിനിമ. അപ്പോൾ എല്ലാവരും സിനിമ കാണുക. സാർ ഒരു US നിന്ന് ഡയറക്ഷൻ പഠിച്ചു വന്ന് മൂവി ഡയറക്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഇൻപുട്സ് ഒക്കെ നമുക്ക് ഡെഫിനറ്റ്ലി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, ഹോപ്പ്ഫുള്ളി. അപ്പോൾ എന്തായാലും ആർക്കും ബിഗ് താങ്ക്സ്. കാരണം പുള്ളിക്കാരുടെ ഒരു ഫസ്റ്റ് വെഞ്ചർ, ഓൾ ദി ബെസ്റ്റ് ആസ് എ സിംഗർ. ഞാൻ കണ്ടിട്ടുണ്ട് പാട്ട്, നല്ല പാട്ടാണ് കണ്ടിട്ട്, സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ട്. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ ആരതി ഓൾസോ. താങ്ക് യു ഫോർ ബീയിങ് ഹിയർ. എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് എന്നെ ചാൾ സാർ കോൺടാക്ട് ചെയ്യുന്നത് ഫസ്റ്റ്. അപ്പോൾ സാർ ഇങ്ങനെ 2 സോങ് ചെയ്യുന്ന കാര്യം എന്നോട് പറഞ്ഞു. അപ്പോൾ വളരെ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം സാധാരണ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഡയറക്ടേഴ്സായിട്ട് നമ്മൾ ഡയറക്റ്റ് കോൺടാക്ട് ഉണ്ടായിരുന്നു, പക്ഷെ പുള്ളി പുറത്തായിരുന്നു. അപ്പോൾ പുള്ളി എപ്പോഴും നമ്മൾ ഫോണിലൂടെയാണ് കൂടുതൽ കോൺടാക്ട് ചെയ്യുക. വളരെ എനിക്ക് തോന്നുന്നു സാറിന് ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ, സെക്കൻഡ് ടൈം ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഞാൻ കമ്പോസ് ചെയ്തായിരിക്കും ലിറിക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ ഓൺലൈൻ ത്രൂ ആണ് ചെയ്തത്. അതെനിക്കൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും താങ്ക് യു സാർ, താങ്ക് യു. പിന്നെ ഇതിൽ 2 പാട്ടുകളാണ് ഉള്ളത്. ഒന്ന് ചേച്ചി, ആരതി ചേച്ചി. അപ്പം നമ്മുടെ നോർമലി നമ്മളൊരു പാട്ട് ചെയ്യും, നമ്മൾ ആ പാട്ട് ആര് പാടിയാൽ നന്നായിരിക്കും നമ്മളെ മനസ്സിലൊരു തോട്ട് ഉണ്ടാകും. പക്ഷെ ഈ പ്രാവശ്യം സാർ എന്നോട് പറഞ്ഞു, പക്ഷെ നമുക്ക് ഒരു നോർമൽ സിംഗർ അല്ല, നമുക്ക് പാടാത്ത ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വോയിസ്, അതായത് ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പുതിയ വോയിസ് വേണം.
അപ്പൊ ഞങ്ങൾ അങ്ങനെ 2-3 പേര് ലിസ്റ്റ് ചെയ്ത് ആ സമയത്താണ് ചേച്ചിയുടെ ഒരു സോങ് സോഷ്യൽ മീഡിയ ഭയങ്കര വൈറലായി. അങ്ങനെയാണ് ലാസ്റ്റ് സാറ് പറഞ്ഞു നമുക്ക് ചേച്ചി ഫിക്സ് ചെയ്യാം. അങ്ങനെ ഞാൻ ചേച്ചിയെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, എടാ അത് പോസിബിൾ ആവില്ല, ഞാൻ അങ്ങനെ ഭയങ്കര സിംഗർ ഒന്നുമല്ല. ചേച്ചി നോയാണ് പറഞ്ഞത് ഫസ്റ്റ്. അപ്പൊ ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഞാൻ ട്രാക്ക് അയച്ചു, ചേച്ചി വന്നു, അടിപൊളിയായിട്ട് പാടി. ഇപ്പോൾ പാട്ട് ഫിനിഷായി. നിങ്ങൾക്ക് എല്ലാവർക്കും ആ പാട്ട് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ സെക്കൻഡ് സോങ് ആ ഡ്യുവറ്റ് ആണത്, വിനീതേട്ടനാണ് പാടിക്കുന്നത്. പിന്നെ ഒരു പാട്ട് പാടിക്കുന്നത് ശ്രീകാന്ത് ഹരിഹരനും മൃദുല ചേച്ചിയാണ്. അപ്പോൾ മൃദുല ചേച്ചി ഇന്ന് ചെറിയ ഹെൽത്ത് ഇഷ്യൂകളാണ് ഇന്ന് എത്താൻ പറ്റാത്തത്. അപ്പോൾ ആ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിന്റെ ലിറിക്സ് പിന്നെ എനിക്ക് ഇതിൽ അവസരം തന്നതിന് സാറിന് ഒരുപാട് താങ്ക് യു. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് ലീഡ് ചെയ്യുന്ന മൂവിയാണ്. വളരെ സന്തോഷമുണ്ട് നിങ്ങളെല്ലാം കാണാൻ സാധിച്ചത്. പിന്നെ അതേപോലെ ഇതിലൊരു ചാൻസ് തന്ന ചാൾസ് സാർ, പിന്നെ അതിൻ്റെ പ്രൊഡ്യൂസർ ആൻഷൽ റോസ്. സോ എല്ലാവർക്കും എൻ്റെ സന്തോഷം ഞാൻ അറിയുകയാണ്. പിന്നെ ഇതിനകത്ത് പറഞ്ഞതുപോലെ 4 വളരെ ഇഷ്ടപ്പെടുന്ന 4 സോങ് ഉണ്ട്. അതിനകത്ത് ആലപ്പുഴ പാടിയ ഒരു സോങ്ങിൻ്റെ ഫസ്റ്റ് കുറച്ച് സ്റ്റാൻസേ കേട്ടിരുന്നു. പക്ഷെ വളരെ നന്നായിട്ട് നല്ല രസമുണ്ട് കേൾക്കാൻ. ഫസ്റ്റ് ഐ ക്യാച്ചിങ് ആയിട്ടുള്ള നമുക്ക് ഭയങ്കര ഒരു സോങ് ഫീൽ തരുന്ന ഒരു മൂവിയാണ്. അത് പിന്നെ അതിൻ്റെ ബിഹൈൻഡിൽ ആക്ട് ചെയ്തേക്കുന്ന ഹേമന്തും അതേപോലെ തന്നെ നയനയാണ്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു മൂവിയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവർക്കും തിയേറ്ററിൽ പോയി വാച്ച് ചെയ്ത് ഇതിൻ്റെ അഭിപ്രായം അറിയിക്കണം. വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടും, അതെനിക്ക് ഉറപ്പാണ്. കാരണം ഒരു ഹാർട്ട് ഫെൽറ്റ് ടച്ചുള്ള ഒരു സസ്പെൻസ് ത്രില്ലറായ ഒരു സബ്ജക്റ്റാണ്. എനിവേ താങ്ക്സ് ടു ഓൾ ഓഫ് യു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എന്താ പറയുക, ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ നിൽക്കാൻ പറ്റിയതിൽ. അതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ട്. ഇതിന് ഇത്രയും മീഡിയ അറ്റൻഷനൊന്നും ഫസ്റ്റ് ടൈമാണ്. പിന്നെ മൂവിനെ പറ്റി പറയാനാണെങ്കിൽ ഇങ്ങനൊരു ചെറിയൊരു ക്യാരക്ടർ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ക്യാരക്ടർ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഡയറക്ടർ ജോസ് എന്താ പറയുക, ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ എന്താ പറയുക, എന്താ പറയാന്നറിയില്ല, പേടിച്ചിട്ട്. പിന്നെന്താ ഇതിലെ DOP ഷാഹു പ്രത്യേകിച്ച് എടുത്ത് പറയണമെന്ന് എന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു.